نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 14-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യം മുതൽ നമ്മൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ഒന്ന് മറ്റൊന്നിനോട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഓരോ ആയത്തുകളും ഉണ്ടാവുക. അത് സൂക്ഷ്മമായ പഠനത്തിലൂടെ മാത്രമാണ് അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ആയത്തുകൾ മാത്രമല്ല, ഓരോ സൂറത്തുകൾക്കും ആ രൂപത്തിലുള്ള പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്, അതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല. ഒരധ്യായം മറ്റൊരധ്യായവുമായിട്ട് ബന്ധമുണ്ട്, ഒരു ആയത്ത് മറ്റൊരു ആയത്തുമായിട്ട് ബന്ധമുണ്ട്. എന്തിനു വരെ പറയുന്നു, ഖുർആനിന്റെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, അത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അല്ലാഹുവിന്റെ നാമത്തിൽ. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായമായ സൂറത്തുൻ നാസ് അതിലെ അവസാനത്തെ ആയത്ത്
മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹുവിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിലെ ഒന്നാമത്തെ ആയത്തും ഖുർആനിലെ അവസാനത്തെ ആയത്തുമായിട്ട് ബന്ധമുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങി. അന്നാസ് മനുഷ്യർ എന്ന പേരിലാണ്, ഇസ്മിലാണ് ഖുർആന്റെ ആയത്തുകൾ അവസാനിക്കുന്നത്. ഒന്നാമത്തെ ആയത്തും ഖുർആനിലെ അവസാനത്തെ ആയത്തും തമ്മിൽ ബന്ധമുണ്ട്. അല്ലാഹുവിൽ നിന്ന് അവതരിച്ച് ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു വെളിച്ചമായി ഇറക്കിയ പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമുക്ക് വെറുതെ ഓതിപ്പോകാനുള്ളതല്ല. ഓരോ ആയത്തുകളെ കുറിച്ചും കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സൂറത്ത് ഹജ്ജ് 1-2 ആയത്തുകളിലൂടെ അന്ത്യനാളിനെ കുറിച്ചും അതിന്റെ ഭയാനകതയെ കുറിച്ചും വിശദീകരിച്ച് 3-4 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് വിശദീകരിച്ചു തന്ന് 5-ാമത്തെ ആയത്തിൽ പരലോകത്തെ നിഷേധിക്കുന്ന, യൗമുൽ ഖിയാമയെ നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുത്തു. എങ്ങനെയാണ് മറുപടി കൊടുത്തത്? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ, അതുപോലെ തന്നെ ആകാശത്തു നിന്ന് ഇറങ്ങുന്ന മഴയെക്കുറിച്ച് ചിന്തിക്കാൻ, ആലോചിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടു. ഉറ്റാലോചിക്കുന്നവർക്കെല്ലാം പാഠമുണ്ട്. 7-ാമത്തെ ആയത്തിലൂടെ 6-7 ആയത്തിലൂടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ ഒന്ന് പഠിച്ചാൽ തൊട്ട് മുമ്പുള്ള ആയത്തുമായിട്ട് എന്താണ് ബന്ധമെന്ന് നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ ആഴ്ചകളിൽ
11 മുതലുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. അതിനുശേഷം 14-ാമത്തെ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്ത് അവർക്ക് വിരുദ്ധമായ അഥവാ ദീനിൽ നിന്ന് വഴിതെറ്റിപ്പോകാതെ വഴുതിപ്പോകാതെ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികൾ അവരെക്കുറിച്ച് അവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ആ ആയത്ത് നമുക്കൊന്ന് ഓതി പരിശോധിക്കാം. 14-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ഖിലു അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നു അല്ലദീന ആമനു വിശ്വസിച്ചവരെ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ആയത്തോതുമ്പോഴും ആയത്തിന്റെ അർത്ഥം പറയുമ്പോഴും ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ഖുർആനിലേക്ക് നോക്കാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്പെടും. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകും. അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യുദ്ഖിലു പ്രവേശിപ്പിക്കുന്നു അല്ലദീന ആമനു വിശ്വസിച്ചവരെ വഅമിലുസ് സ്വാലിഹാത്തി സൽപ്രവർത്തികൾ ചെയ്യുന്നവരെയും ജന്നാത്തിൻ സ്വർഗ്ഗങ്ങളിൽ തജ്രി അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു മിൻ തഹ്തിഹ അതിന്റെ അടിഭാഗത്തുകൂടെ അൽ അൻഹാർ നദികൾ പുഴകൾ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഫ്അലു അവൻ പ്രവർത്തിക്കും മാ യുരീദ് അല്ലാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലാഹു ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ ഈ ആയത്തിന് കൃത്യമായിട്ട് തഫ്സീർ നൽകിയത് നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച ആയത്തുകൾ വെച്ചുകൊണ്ട് ലമ്മാ ദക്കറ തആലൽ മുജാദില ബിൽ ബാതിൽ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ വ്യാജമായ തർക്കങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. വെറുതെ വ്യാജമായി തർക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു പരാമർശിച്ചത്. വൈനഹു അലാ ഖിസ്മൈൻ ആ തർക്കിക്കുന്നവർ രണ്ട് വിഭാഗം ആളുകളുണ്ട് എന്ന് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ വിഭാഗം ആരാ? ഒന്നാമത്തെ വിഭാഗം മുഖല്ലിദീൻ. അവർ മുഖല്ലിദീങ്ങളാണ്. വ്യാജമായി തർക്കിക്കുന്നവർ. അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിന്റെ വിഷയത്തിൽ ആവശ്യമില്ലാതെ തർക്കിക്കുന്ന ആളുകൾ, അവർ തഖലീദ് ചെയ്യുന്ന അനുകരിക്കുന്ന പ്രമാണങ്ങളെ പിൻപറ്റാത്ത ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വദാഇൻ രണ്ടാമത്തെ വിഭാഗം നമ്മൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വിഷയത്തിൽ വ്യാജമായി തർക്കിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം. ഒന്ന് മുഖല്ലിദുകളും, രണ്ട് വദാഇൻ അനാവശ്യമായ വഴിപിഴവിലേക്ക് വഴിതെറ്റിലേക്ക് ജനങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകളുമാണ്. അപ്പോൾ വ്യാജ തർക്കം നടത്തുന്നവർ, അല്ലാഹുവിന്റെ വിഷയത്തിൽ വെറുതെ തർക്കിക്കുന്നവർ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അനുകരിക്കുന്നവരും, രണ്ട് അനാവശ്യമായ വഴികളിലേക്ക് ക്ഷണിക്കുന്നവരുമാണ് എന്ന് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെയാണ് ഈമാനിന്റെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ذكر أن المتسمي بالإيمان أيضا على قسمين
ഇതുപോലെ തന്നെയാണ് ഈമാനുള്ളവരെന്ന് പറയുന്നവരിലും രണ്ട് വിഭാഗം ആളുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ഖിസ്മുൻ ലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു കമാ തഖദ്ദം. ഒരു വിഭാഗം ആളുകൾ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമിനൻ നാസി മൻ യഅബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി ഖസറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഈ ആയത്തിലും തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു വിശദീകരിച്ചതുപോലെ ഈമാനുള്ളവരാണ് എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെയുള്ളവരാണവർ? അവരിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഈമാൻ അവരുടെ ഹൃദയത്തിൽ കടന്നു വന്നിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. അതുപോലെ തന്നെ വൽ ഖിസ്മു സാനി, രണ്ടാമത്തൊരു വിഭാഗമുണ്ട്, അൽ മുഅ്മിനു ഹഖീഖ. അവർ യഥാർത്ഥ വിശ്വാസികളാണ്, അവർ ഈമാൻ സ്ഥിരപ്പെട്ടവരാണ്, ഉറച്ചവരാണ്. സദ്ദഖ മാ മഅഹു മിനൽ ഈമാൻ ബിൽ അമാലി സ്വാലിഹ, തനിക്കുള്ള ഈമാൻ കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ, സത്യസന്ധന്മാരായ ആളുകൾ, ആ ഒരു ഈമാനിനെ സത്യപ്പെടുത്തിയവർ. ഫഅഖ്ബറ തആല അന്നഹു യുദ്ഖിലുഹും ജന്നാത്ത്, ഇവരാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പൊ 4 വിഭാഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തി. 4 വിഭാഗം മറക്കരുത്. നമ്മൾ 4 വിഭാഗത്തെ അല്ലാഹു കഴിഞ്ഞ ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തി നമ്മളെ. ഒന്നാരാണ്? വ്യാജമായി തർക്കിക്കുന്നവർ. അത് 2 വിഭാഗമുണ്ട്. ഒന്ന് അതിൽപ്പെട്ടത് തഖ്ലീദ് ചെയ്യുന്നവർ, അന്ധമായിട്ട് പിൻപറ്റ, പ്രമാണമില്ലാതെ പിൻപറ്റ. രണ്ടാമത്തെ വിഭാഗമാണ് വഴികേടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നവർ. ഇത് വ്യാജമായിട്ട് അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന 2 വിഭാഗം. മൂന്നാമത്തെയും നാലാമത്തെയും വിഭാഗം ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നവരാണ്. അതിലും 2 വിഭാഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതാണ് കഴിഞ്ഞ ആഴ്ച ഒന്ന് നമ്മൾ പഠിച്ചു. ഞങ്ങൾ ഈമാനുള്ളവരാണ് എന്ന് പറയും, പക്ഷേ അവരിൽ ഈമാനില്ല, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല, അവരിൽ ഈമാൻ വർദ്ധിക്കുന്നില്ല. ഫസാദത്തുഹും ഈമാന എന്ന് പറഞ്ഞത് അവരിലില്ല. നാലാമത്തെ വിഭാഗത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആയത്തൊന്നും കൂടെ നമ്മൾ കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 14ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു, ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. വിശ്വസിക്കുകയും സൽപ്രവർത്തികളും ചെയ്ത ആളുകൾ, ഈമാനുള്ളവർ, അതുപോലെ തന്നെ ആ ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്ത ആളുകൾ, അവർക്കാണ് താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ച കാര്യം പ്രവർത്തിക്കുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ സ്വർഗത്തിലാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. സ്വർഗത്തിൽ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഇതിൽ നമ്മൾ ഈ 4ാമത്തെ വിഭാഗത്തിൽ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് ജിബ്രീൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. എന്താ സംഭവം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ തൂവെള്ള വസ്ത്രത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിനോട് തന്റെ മുട്ട് ചേർത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം മൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളിൽ കൃത്യമായി പഠിപ്പിച്ചു. അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് وإقام الصلاة وإيتاء الزكاة وصوم رمضان وتحج البيت من استطاع إليه سبيل. ഇസ്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ നീ പറഞ്ഞത് സത്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. സഹാബത്തിന് അത്ഭുതമായി.
സ്വഹാബത്തിന് അത്ഭുതമായി. കാരണം വന്നവൻ ചോദ്യത്തിന് കൃത്യമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു. ആ മുഹമ്മദേ, നീ പറഞ്ഞ സത്യമാണ് എന്ന് ചോദിച്ചവൻ പറയാ. സ്വഹാബത്തിന് അത്ഭുതമായി, അവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ. മുഹമ്മദേ, ഈമാൻ എന്താണ് എന്ന് നീ പറയണം. വൽ ഖദർ, എല്ലാ ഈമാൻ വിഷയങ്ങൾ 6 വിഷയങ്ങളാണ്, 6 വിശ്വാസ കാര്യങ്ങളാണ്. 6 കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തപ്പോൾ ആ സമയത്തും പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നീ പറഞ്ഞത് സത്യമാണ്. അപ്പോഴും അത്ഭുതപ്പെട്ടു. സഹാബത്തിന് അറിയുന്നില്ല ഈ ഇരിക്കുന്നത് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ജിബ്രീൽ മലക്കാണ് എന്ന് മനസ്സിലായിട്ടില്ല. മലക്കുകളുടെ കൂട്ടത്തിലെ പ്രധാനിയാണ്. 600 ചിറകുകളുണ്ട്. മലക്കുകളുടെ പ്രത്യേകത, പ്രാധാന്യം കൂടുന്നതിനനുസരിച്ച് അവരുടെ ചിറകിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ പ്രധാനി മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ പിന്നെ മനുഷ്യർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയുന്ന രൂപത്തിൽ തൂവെള്ള വസ്ത്രത്തിൽ പ്രവാചകന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അല്ലെ, ദീന് പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അതിനും കൃത്യമായ മറുപടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇന്നക ഇല്ലൻ തറാഹു ഫഇന്നഹു യറാക. നീ നിന്റെ റബ്ബിനെ കാണുന്നില്ല എങ്കിലും നിന്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നീ ജീവിക്കലാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹുവിനെ ആരാധിക്കലാണ്. നിന്റെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ആ രൂപത്തിൽ ചെയ്യലാണ് ഇഹ്സാൻ. അങ്ങനെ ചെയ്യുന്നവരാണ് മുഹ്സിൻ. നീ നിന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും നിന്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ, ആ ചിന്തയോടെ നിസ്കരിക്കുക, നോമ്പെടുക്കുക, സകാത്ത് കൊടുക്കുക, സ്വതക കൊടുക്കുക, ദിക്റ് ചൊല്ലുക, ഖുർആൻ ഓതുക, എല്ലാ പ്രവർത്തികളും അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ചെയ്യുക. അല്ലെ? നാലാമത്തെ ചോദ്യം, എപ്പോഴാണ് മതസ്സാ? അതിന് പിന്നെ റസൂലുള്ളാഹിന്റെ മറുപടി, ചോദിച്ചവരും ചോദിക്കപ്പെട്ടവനും ഈ വിഷയത്തിൽ തുല്യനാണ്, ആർക്കും അറിയില്ല. അത് നമ്മൾ യൗമുൽ ഖിയാമയെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അറിയില്ല, അതുപോലെ തന്നെ സൂറന്ന കാഹളത്തിൽ ഊതുന്ന മലക്കിനറിയില്ല. അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന വിഷയമാണ്, ആർക്കും അറിയില്ല. ആ മനുഷ്യൻ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹാബത്തിനോട്, ആ വന്ന മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതല്ലെങ്കിൽ അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിന് അറിയാം, അല്ലാഹു താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ താങ്കൾക്കും അറിയാം. ആ വന്നത് ജിബ്രീലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പഠിപ്പിച്ച് വിശദീകരിച്ചു തരാൻ വേണ്ടി വന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ഒരു ശൈലിയാണ്, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ദീന് പഠിപ്പിക്കും. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ദീന് പഠിപ്പിക്കും. അതിൽപ്പെട്ടൊരു ഹദീസാണിത്. ചോദ്യം ചോദിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് മറുപടി പറയാ, അങ്ങനെ ദീന പഠിപ്പിക്കുക. സൂറത്തുൻ നബഅ ന്റെ 1-ാമത്തെ ആയത്ത് എന്താ? അമ്മ യതസാഅലൂൻ അന്നബഇൽ അദീം. എന്തൊന്നിനെ കുറിച്ചാണോ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെ? അപ്പൊ അള്ളാഹുവിന്റെ ഒരു ചോദ്യമാണ്. എന്നിട്ട് അള്ളാഹു തന്നെ അതിനെ കുറിച്ചുള്ള വ്യക്തമായ മറുപടി പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ദീന് പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ശൈലിയാണ്. ഞാൻ എന്തിനാ ഈ ഹദീസ് ഇവിടെ വെച്ചതെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ആദ്യം നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ഷഹാദത്ത് ചൊല്ലിയിട്ട് നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. നമ്മൾ പലപ്പോഴായിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് മുഅദ്ദിൻ പറയുമ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിനം പ്രതി ഒരുപാട് തവണ വുദൂ എടുത്താൽ വുദൂഇന് ശേഷം നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. ഈ രൂപത്തിൽ പല പ്രാവശ്യങ്ങളിലായി നമ്മുടെ നിത്യജീവിതത്തിൽ ഹംദും സലാത്തും ചൊല്ലിയപ്പോൾ ഞാൻ ഷഹാദത്ത് കലിമ ഏറ്റു പറഞ്ഞു. അല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുസ്ലിമാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വീടിന്റെ പടിവാതിൽ, അതാണ് ഇസ്ലാം. ഒരു വീടിന്റെ പടിവാതിൽ, അതാണ് ഇസ്ലാം. അതിലൂടെ നമ്മൾ പ്രവേശിക്കണം. ഒന്നാമത്തെ നമ്മുടെ ബാധ്യത, നമ്മുടെ കടമ എന്നുള്ളത് ഇസ്ലാമിലേക്ക് ഷഹാദത്ത് ചൊല്ലിയിട്ട് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം, നോമ്പെടുക്കണം.
ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചല്ലോ. ആ കാര്യങ്ങളെല്ലാം ചെയ്യും തോറും ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഷഹാദത്ത് ചൊല്ലിയിട്ട് നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെയ്യുന്തോറും നമ്മുടെ ജീവിതത്തിൽ ഫസാദത്തുഹും ഈമാനാ, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, അതാണ് അതിന്റെ ഓർഡർ. അതാണ് ഒന്നാമത്തെ ചോദ്യം. അൽ ഇസ്ലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചോദ്യം അതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടു. ഞാനിവിടെ ആമുഖത്തിൽ ഓതിയല്ലോ, എല്ലാ ഖുത്ബയിലും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീകളെ, ഈമാനുള്ളവരെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, കഴിയുന്ന പ്രകാരം അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. നമ്മളിൽ പലരും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇസ്ലാമിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ചില അഅറാബികൾ, കാട്ടറബികൾ, അവർ വന്നിട്ട് പറഞ്ഞു, ഖാലത്തിൽ അഅറാബു ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു, അതിലേക്ക് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കാൻ പറഞ്ഞെന്താ, കുല്ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമായിട്ടേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയാൻ പാടൂ. അപ്പൊ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ഈമാൻ, ഒരു വീടിന്റെ പടിവാതിൽ ഇസ്ലാം, അതിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് എന്ത് ചെയ്യണം? ഈമാൻ ജീവിതത്തിൽ വർദ്ധിക്കണം. അത് അടിത്തറയാണ്. ഈമാൻ നമ്മുടെ ആ വീടിന്റെ ഉള്ളിലുള്ള അടിത്തറ പോലെ, അടിത്തറയാണ് നമ്മുടെ ഈമാൻ എന്നുള്ളത്. ആ ഈമാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, അല്ലെ? അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിത്യജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെ? ആ കർമ്മങ്ങൾ സ്വാലിഹായ കർമ്മങ്ങളായി മാറണം. എങ്കിലേ പരലോകത്ത് അത് ഉപകാരപ്പെടുകയുള്ളൂ. വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതിന് 2 നിബന്ധനയാണ് ലോകത്ത് പ്രവാചകൻ പഠിപ്പിച്ചത്. അതിന് 2 നിബന്ധനയാണ് ആ റസൂലുള്ളാഹിന്റെ കൗലുകൾ വിശദീകരിച്ച് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മളെ വിശദീകരിച്ചു തന്നത്. ഒന്ന്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ഒരു കർമ്മം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. അല്ലേ, വലിയൊരു ഹദീസാണ്. അതിന്റെ തുടക്ക ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് അവന്റെ നിയ്യത്തിന്റെ, മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മഗ്രിബ് നമസ്കരിച്ചിട്ട് വന്നവരാണ് നമ്മളെല്ലാം. ഇന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് വന്നവരാണ് നമ്മളെല്ലാം, അല്ലെ? ഒരു വേള നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ നമസ്കരിച്ചത്? നാം നല്ല വാക്ക് പറയുന്നത്, നാം സദഖ കൊടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ദിക്ർ ചൊല്ലുന്നത്, ഈ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ വന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ മനസ്സ് പറയട്ടെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താണ്? ദുനിയവിയായ ചിന്തകളാണ് നമ്മളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് എങ്കിൽ അത് മാത്രമേ ലഭിക്കുള്ളൂ, അല്ലെ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ, ഒരാൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ, മറ്റൊരു മനുഷ്യൻ നമ്മുടെ ഇബാദത്ത് കണ്ടിങ്ങനെ വരുമ്പോ നമുക്ക് ഭയഭക്തി വർദ്ധിക്കാം. നമ്മൾ തീർച്ചയായിട്ടും അല്ലാഹുവിന് വേണ്ടിയല്ല നിസ്കരിക്കുന്നത്. നമ്മുടെ സൈഡിൽ വന്ന് നിന്ന, അതല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ വന്ന് നിൽക്കുന്ന ആ മനുഷ്യന് വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. റിയാ എന്ന് പറയും, ലോകമാന്യത. അത് ശിർക്കാണ്, ലോകമാന്യത ശിർക്കാണ്.
ചെറിയ ശിർക്കിൽപ്പെട്ടതാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശിർക്കിന്റെ ഗൗരവം കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുന്നത്താഴ്ചയും എല്ലാം നമ്മൾ പാരായണം ചെയ്തു. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. കാഷ്ടമെന്നും കാഷ്ടം തന്നെയാണ്. കാഷ്ടമെന്നും കാഷ്ടം തന്നെയാണ്. അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കാഷ്ടം അത് കാഷ്ടം തന്നെയാണ്. ശിർക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവിടെ രക്ഷയില്ല. നാളെ പരലോകത്ത് ആദ്യമായിട്ട് വിചാരണക്കെടുക്കുന്ന മൂന്നാളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത്തെ മനുഷ്യൻ യുദ്ധം ചെയ്ത് മരണപ്പെട്ടവനാണ്. രണ്ടാമത്തവൻ ധാരാളമായിട്ട് സമ്പത്ത് ചെലവഴിച്ചവനാണ്. മൂന്നാമത്തെ മനുഷ്യൻ ഒരുപാട് ഖുർആൻ ഓതിയവനാണ്. എത്ര നല്ല പ്രവർത്തികൾ! നമ്മൾ ചിന്തിക്കണം, എത്ര നല്ല പ്രവർത്തികൾ! യുദ്ധം ചെയ്ത് മരിച്ചവൻ, അതുപോലെ തന്നെ ദാനം ചെയ്തവൻ, അതുപോലെ തന്നെ ഖുർആൻ ഓതിയവൻ. മൂന്ന് പേരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് നിങ്ങൾ എന്താണ് നന്ദി എന്നോണം എനിക്ക് ചെയ്തത്? ഒന്നാമത്തെ മനുഷ്യൻ പറയും, അല്ലാഹ് ഞാൻ യുദ്ധം ചെയ്ത് മരിച്ചവനാണ്. നാവ് നുണ പറയും. നാവ് ദുനിയാവിൽ നുണ പറയുന്നത് പോലെ തന്നെ പരലോകത്ത് നുണ പറയും. അതുകൊണ്ടാണല്ലോ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. മനുഷ്യന്റെ നാവുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെക്കും. ദുനിയാവിലെ പോലെ തന്നെ പരലോകത്ത് എന്ത് ചെയ്യും? നാവ് നുണ പറയും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അവന്റെ കൈകൾ സംസാരിക്കും. അവന്റെ കൈകൾ സംസാരിച്ചതിന് എന്ത് ചെയ്യും? അവന്റെ കാലുകൾ സാക്ഷി നിൽക്കും. അല്ലേ? നാവ് ചോദിക്കും കൈകാലുകളോട്, നമ്മൾ ഒരൊറ്റ ശരീരത്തിലെ അവയവങ്ങളല്ലേ? നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണല്ലോ ഞാൻ നുണ പറഞ്ഞത്. എന്തിനാ നിങ്ങൾ സത്യം പറഞ്ഞത് എന്ന് കൈയിനോട് ചോദിക്കുമ്പോൾ, കാലിനോട് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് അല്ലാഹു സംസാരിക്കാൻ നൽകിയ അവസരം ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് കൈകാലുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ പ്രവാചകൻ ആയത്തിനെ വിശദീകരിക്കുന്നു. അല്ലെ? അപ്പം നാവ് അവിടെയും നുണ പറയും. അവിടെ ആ മനുഷ്യൻ പറയുന്നു, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവനാ. അല്ലാഹു പറയും, കലത്ത, നീ പറഞ്ഞത് കളവാണ്, നീ കള്ളമാണ് പറഞ്ഞത്. രണ്ടാമത്തെ മനുഷ്യന്റെ മറുപടി, ഒരുപാട് സമ്പത്ത് ഞാൻ ദാനം ചെയ്തവനാണ് അല്ലാഹ്. ഒരുപാട് സമ്പത്ത് നിന്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് അല്ലാഹ്. എല്ലാം നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നുണ പറയുന്നു. അല്ലാഹു അവനോട് പറയും, കദബ്ത, നീ കള്ളമാണ് പറഞ്ഞത്, കളവാണ് പറഞ്ഞത്. മൂന്നാമത്തെ മനുഷ്യനും പറയും, ഞാൻ ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട് അല്ലാഹ്. നിന്റെ പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിച്ചത്. മറ്റുള്ള ചിന്തകളും താല്പര്യങ്ങളും ഒന്നും എനിക്കില്ലായിരുന്നു അല്ലാഹ്. അവരോടും പറയും, കദബ്ത, നീ കള്ളമാണ് പറഞ്ഞത്, നീ കളവാണ് പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത് നിന്നെ കുറിച്ച് ആളുകൾ ഒരു ധീരനാണ് എന്ന് വിളിക്കപ്പെടുവാൻ വേണ്ടിയാണ്. നീ ദാനം ചെയ്തത്, നീ ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ നിന്നെ കുറിച്ച് വിളിക്കുവാൻ വേണ്ടിയാണ്. നീ നല്ലൊരു കാര്യമാണ് എന്ന് വിളിക്കുവാൻ വേണ്ടിയാണ് നീ ഖുർആൻ ഓതിയത്. അല്ലേ? നിന്റെ മനസ്സറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. ആ മൂന്ന് പേരെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകളോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മുഖം നിലത്ത് കുത്തിവലിച്ചടച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. താറാവിനെയും കോഴിയൊക്കെ നമ്മൾ കൂട്ടിന്ന് പിടിക്കുക, അറക്കാൻ കൊണ്ടുപോകാൻ, അല്ലെ? കാല പിടിക്കുക, ഇങ്ങനെ തൂക്കി പിടിച്ചു കൊണ്ടുപോകും. അള്ളാന്റെ മലക്കുകൾ മുഖം കുത്തി അവന്റെ നിലത്ത് കുത്തി വലിച്ചടച്ച് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെത്ര ഗൗരവമുള്ള വിഷയം! അത് ചെറിയൊരു ശിർക്കാണ്. അല്ലാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് അല്ലാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ കൊടുക്കുന്നു. മാതാപിതാക്കളെ കാണിക്കുവാൻ, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ കാണിക്കുവാൻ, നാട്ടുകാരെ കാണിക്കുവാൻ അല്ലാഹുവിന്റെ പ്രതിഫലമല്ല ലക്ഷ്യം. അത് റിയാ ആണ്, അത് ശിർക്കാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ഒന്നാമത്തെ വിഷയം നിയ്യത്താണ്. രണ്ടാമത്തെ വിഷയം സുന്നത്താണ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉണ്ടാകണം. നമുക്ക് തോന്നിയതുപോലെ ചെയ്താൽ പറ്റൂല. ചെയ്യാൻ പറ്റൂല. നിസ്കരിച്ചിട്ട് നിസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ എന്താ പറഞ്ഞത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല. ഞാൻ എങ്ങനെയാണോ കാണിച്ചു തന്നത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഹജ്ജ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹജ്ജ് എന്നിൽ നിന്ന് കണ്ടുപിടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചല്ലോ. വമാ ആതാകുമുർ റസൂൽ
ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലേ, പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണേ എന്ന് ഖുർആൻ അല്ലാഹുവിന്റെ സൂറത്ത് കഹ്ഫിലൂടെ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. നാളെ പരലോകത്ത് വരുമ്പോൾ കർമ്മങ്ങളെല്ലാം ബാക്കിലായി പോകുന്ന, ഉപകാരപ്പെടാത്ത, തകർന്ന് തരിപ്പണമായി പോകുന്ന ആളുകളെ കുറിച്ച് നബിയെ ജനങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കുക. സൂറത്ത് കഹ്ഫിലായതാണ്. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്നതാ, നമ്മൾ മനസ്സിലായി, നമ്മൾ ഓതിയിട്ടുണ്ടാവും, നമുക്ക് അർത്ഥം അറിയുന്നില്ല. അല്ല പറയാ, നബിയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്, നാളെ നിന്റെ നമസ്കാരം, നിന്റെ ഇബാദത്തുകൾ ഉപകാരപ്പെടാത്ത ആളുകളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ആരാണ്? ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, നല്ലതല്ലേ 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 എന്ന് വിചാരിച്ച് ഒരുപാട് ചെയ്തു. പക്ഷെ മാതൃകയില്ലാത്ത വിഷയങ്ങളാണ് അവർ ചെയ്തത്, പുതിയതാണ് അവർ ചെയ്തത്, ദീനില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്, ബിദ്അത്തുകളാണ് അവർ ചെയ്തത്. അല്ലെ, എത്രയെത്ര ബിദ്അത്തുകൾ. നിസ്കാരം തന്നെ നമ്മൾ പരിശോധിച്ചാൽ, നിസ്കാരം തന്നെ നമ്മൾ എടുത്താൽ, സുബ്ഹി നമസ്കാരത്തിലെ ഖുനൂത്ത്, സുബ്ഹി നമസ്കാരത്തിലെ ഖുനൂത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെ ഫർദ് നമസ്കാരം കഴിഞ്ഞാലുള്ള കൂട്ടപ്രാർത്ഥന, പള്ളിയിലെ ഇമാമ് ദുആ ചെയ്യുന്നു, മൗമൂമികളായ ആളുകൾ ആമീൻ പറയുന്നു, അത് റസൂലുള്ളാഹിന്റെ മാതൃകയിൽപ്പെട്ട വിഷയമല്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ പരിശോധിച്ചാൽ ഇല്ലാത്ത സലാത്തുകൾ, ഇല്ലാത്ത ദിക്റുകൾ, പിന്നെ പ്രത്യേകമായിട്ട് ആളുകൾ ഈ രൂപത്തിൽ നമ്മുടെ ദീനിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഈ രൂപത്തിലുണ്ട്. അല്ലെ, നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും ഒരു കർമ്മം ബിദ്അത്താകുക. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചിന്തിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും പിന്നെ ശ്രേഷ്ഠമായ ഒരു കലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാള് മരിക്കുന്ന സമയത്ത് അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഒരു മനുഷ്യന് എപ്പോഴും ചെല്ലാം, എപ്പോഴും ചെല്ലാം, ഒരാൾക്ക് എപ്പോഴും ചെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ഒരാൾ പറയുന്നു ഫർള് നമസ്കാരത്തിന് ശേഷം 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് ഇമാം പറഞ്ഞു കൊടുക്കുമ്പോൾ മഅ്മൂമികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം ചൊല്ലിയാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, പ്രിയമുള്ളവരെ, അത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കണം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കണം. കാരണം പ്രതിഫലം നിശ്ചയിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, അതല്ലെങ്കിൽ പണ്ഡിതന്മാരല്ല, ആരുമല്ല പ്രതിഫലം നിശ്ചയിക്കേണ്ടത്. ഇന്ന കാര്യത്തിന് എണ്ണം നിശ്ചയിക്കേണ്ടത് അതിനുള്ള അവകാശം നമുക്കില്ല. 10, 50, 100 ഇങ്ങനെ എണ്ണം നിശ്ചയിക്കാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ നമ്മൾ എണ്ണം നിശ്ചയിച്ച് നമ്മുടെ വകയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ പ്രതിഫലം പിന്നെ നിശ്ചയിച്ചാൽ അത്തരം കർമ്മങ്ങളാണ് ബിദ്അത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ഉടനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോ ചില ആളുകൾ എന്ത് ചെയ്തു, വട്ടം കൂടിയിരുന്നിട്ട് കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ചിട്ട് എന്ത് ചെയ്തു, അവർ സുബ്ഹാനല്ലാഹ് ചൊല്ലി, അൽഹംദുലില്ലാഹ് ചൊല്ലി, അല്ലാഹു അക്ബർ ചൊല്ലി. സഹാബത്ത് അവരെ എറിഞ്ഞാട്ടിയില്ലേ? എന്താ പറഞ്ഞത്? അവരെ ആട്ടിയോടിക്കുമ്പോ റസൂലുള്ളാഹ് മരിച്ചിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ, പ്രവാചകന്റെ വസ്ത്രം നുരുമ്പിൽ പോയിട്ടില്ല, പ്രവാചകൻ കഴിച്ച ഭക്ഷണം മുടങ്ങു പോയിട്ടില്ല. അപ്പോഴേക്കും ദീനില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കടത്തി കൂട്ടുകയാണോ? അല്ലെ, ബിദ്അത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബിദ്അത്തിന്റെ ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ ഹൗദുൽ കൗസറിന്റെ പാനീയത്തിന്റെ സമീപത്ത് അവരെ തടയും. റസൂലുള്ളാഹ് പറഞ്ഞു നോക്കും, ഉമ്മത്തി ഉമ്മത്തി, അത് എന്റെ സമുദായമാണ്, അത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ പ്രവാചകൻ അതിനുള്ള മറുപടി, റസൂലേ മുഹമ്മദേ, നിന്റെ കാലശേഷം എന്താണ് ദീനിൽ കടത്തിക്കൂട്ടിയത് എന്ന് നിനക്കറിയില്ല മുഹമ്മദേ. അല്ലെ, രണ്ട് വിഷയമുണ്ട് അതിൽ, രണ്ട് വിഷയമുണ്ട്. ആ ഒരു സംഭവത്തിൽ എന്താ പറഞ്ഞത്? ഉമ്മത്തിയെ ഉമ്മത്തി, എന്റെ ഉമ്മത്താണ്, എന്റെ സമുദായമാണ്, അവരിങ്ങോട്ട് വിടൂ എന്ന് പറയുമ്പോൾ നിന്റെ കാലശേഷം എന്തൊക്കെയാണ് ദീനിൽ അവർ കടത്തി കൂട്ടിയത് എന്ന് നിനക്കറിയില്ല മുഹമ്മദേ. എന്താ രണ്ട് വിഷയം? ഒന്ന്, ബിദ്അത്ത് ചെയ്ത ആളുകൾ
ബിദ്അത്ത് ചെയ്ത ആളുകൾ, പ്രവാചകൻ പഠിപ്പിക്കാത്തത്, അള്ളാഹു പഠിപ്പിക്കാത്തത്, ഖുർആനിലില്ലാത്തത്, സുന്നത്തിലില്ലാത്തത്, സ്വഹാബത്തിന് പരിചയമില്ലാത്തത് ദീനാണെന്നും പറഞ്ഞ് ആരെങ്കിലും ചെയ്താൽ, ആ ബിദ്അത്ത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ഈ പാലിനേക്കാൾ വെളുപ്പുള്ളതായ, തേനിനേക്കാൾ മധുരമുള്ളതായ ഹൗൽ കൗസറിന്റെ പാനീയം അവർക്ക് തടയപ്പെടും, കുടിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ വിഷയം എന്താ? പ്രവാചകന്റെ കാലശേഷം റസൂലുള്ള ഈ ലോകത്ത് നടന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ആ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നു. നമ്മൾ വിളിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രാർത്ഥിക്കുകയാണ് പ്രവാചകനോട്, വിഷമങ്ങൾ പറയുകയാണ് റസൂലുള്ളയോട്, ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പറയുകയാണ്. റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരില്ലേ, ചോദിക്കുന്നവരില്ലേ എന്ന വിശ്വാസം പ്രവാചകൻ കേൾക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, പച്ചയായ ശിർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പ്രവാചകനോട് പറയുന്നു, നിന്റെ കാലശേഷം എന്തൊക്കെയാണ് ഇവർ ദീനിൽ കടത്തി കൂട്ടിയത് എന്ന് നിനക്കറിയില്ല മുഹമ്മദേ. കാരണം പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് റസൂൽ അറിയുന്നില്ല. അതുകൊണ്ട് ബിദ്അത്ത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിയ്യത്തും സുന്നത്തും, ചില ആളുകളിൽ എന്തുണ്ട്? നിയ്യത്തുണ്ട്. നമ്മളിൽ പലരിലും നിയ്യത്തുണ്ട്, സുന്നത്തില്ല. നമ്മുടെ കർമ്മം സാലിഹായ കർമ്മമാവുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ചിലർക്ക് സുന്നത്തുണ്ട്, നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ എന്തുണ്ട്? സുന്നത്തുണ്ട്. പ്രവാചകൻ എങ്ങനെയാ കാണിച്ചു തന്നത് അതുപോലെ നിസ്കരിക്കുന്നു, അതുപോലെ ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? നിയത്ത് ശരിയല്ല. നിയത്ത് ശരിയല്ല, മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം ശരിയല്ല. അല്ലേ? ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പാളിയാൽ ഒരിക്കലും നമ്മുടെ കർമ്മം അല്ലാഹുവിന്റെ കോടതിയിൽ ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നിയ്യത്തുണ്ടാകണം, നിയ്യത്ത് ശരിയാകണം, സുന്നത്ത് ശരിയാകണം. ആ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ അല്ലാഹുവിന്റെ അടുക്കൽ കബൂൽ ചെയ്യുകയുള്ളൂ. അല്ലാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അല്ലെ? ഇങ്ങനെ നമ്മൾ ഇസ്ലാമിൽ പ്രവേശിച്ച് ഈ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ച് വരണം. നമ്മളൊരു മുഅ്മിനായി ജീവിച്ച് അങ്ങനെ മുസ്ലിമായിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി വൽയൗമിൽ ആഖിർ വൽ ഖദർ. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിശ്വാസങ്ങളാണ്. എല്ലാം ഇതല്ലാത്ത കാര്യങ്ങളുണ്ട്, ജിന്നുകൾ, അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിശ്വാസമാണ്. പരലോകം പറഞ്ഞപ്പോ തന്നെ അതിലെന്ത് പെട്ടു? സ്വർഗം, നരകം, സിറാത്ത്, ഇതൊക്കെ പെട്ടു, അല്ലെ? ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിശ്വാസങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, പിന്നെ ഈ രൂപത്തിൽ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഗൈബിയായ വിശ്വാസങ്ങൾ, അള്ളാഹു നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിലും നിർബന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ഒരൽപ്പം പോലും ആ വിഷയത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ പേജിലെ നടുഭാഗത്ത് അല്ലാഹു പഠിപ്പിക്കുന്നു, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹാത് ഫഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅവീലി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ് والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب هو الذي أنزل عليك الكتاب. അല്ലാഹുവാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്? ഖുർആനിനെ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്. ആ ഖുർആനിൽ രണ്ട് വിഭാഗം ആയത്തുകളുണ്ട്. ഒന്ന് മുഹ്കമായ ആയത്തുകളുണ്ട്, രണ്ട് മുതശാബിഹായ ആയത്തുകളുണ്ട്. മുഹ്കമായ ആയത്തുകൾ, മുതശാബിഹായ ആയത്തുകൾ. മുഹ്കമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, ഈ രൂപത്തിലുള്ള കർമ്മങ്ങൾ പഠിപ്പിച്ച ആയത്തുകൾ, അതെല്ലാം മുഹ്കമായ ആയത്തുകളാണ്. എന്നാൽ ചില ആയത്തുകൾ മുതശാബിഹായ ആയത്തുകളുണ്ട്. ഏതുപോലെ നമുക്ക് അതിന്റെ തഅവീൽ അറിയില്ല, നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അലിഫ് ലാം മീം
കേവലാക്ഷരങ്ങൾ എത്രയോ ഉണ്ട് ഖുർആനിൽ. നൂൻ, ഖാഫ്. എന്താണ് ഈ കേവലാക്ഷരങ്ങൾ? നമുക്കറിയില്ല. ലോകത്ത് ആർക്കും അറിയില്ല. റസൂലുള്ളാഹിക്ക് അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ എന്താ പഠിപ്പിച്ചെന്നിട്ടുള്ളൂ? അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ ഒരു ഹർഫല്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഓരോ ഹർഫിനും 30 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമാണ് ആ കേവലാക്ഷരത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? അതിന്റെ പല ലക്ഷ്യങ്ങളും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൃത്യമായ തഅ്വീൽ നമുക്കറിയില്ല. ഇത് വിശ്വാസ കാര്യങ്ങളിലെ പലതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിശ്വാസം, അല്ലെ? പിന്നെ നമ്മൾ ഈമാൻ കാര്യങ്ങൾ പരിശോധിക്കുക. സ്വർഗത്തെക്കുറിച്ചുള്ള, നരകത്തെക്കുറിച്ചുള്ള, ഖബറിനെ കുറിച്ചുള്ള ആയത്തുകൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറക്കം പ്രവാചകൻ പറഞ്ഞല്ലോ, യൻസിലു റബ്ബുനാ തബാരക വ തആല ഇലസ് സമാഇ ദുനിയാ. റസൂലുള്ളാഹി പറയാണ്, എല്ലാ ദിവസത്തിലും ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. രാത്രിയുടെ അവസാന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. അല്ലാഹുവിന്റെ അർശിലാണ്. വല്ലദി അല്ലാഹു ആരാ ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ തവാ അലൽ അർശ്. 6 ദിവസങ്ങളിലായി. എന്താ 6 ദിവസം? നമുക്കറിയില്ല. നമ്മുടെ 6 ദിവസമാണോ? അല്ല, നമ്മുടെ 6 ദിവസമല്ല. കാരണം ഇത് സൂര്യനെയും ചന്ദ്രനെയും എല്ലാം പടയ്ക്കുന്നതിന് മുമ്പുള്ള 6 ദിവസമാണ്. ആ 6 ദിവസം എന്താണ് എന്ന് നമുക്കറിയില്ല. എന്തങ്ങനെ പറയാനുള്ള കാരണം? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും ഉണ്ടാകും. പിന്നെ അല്ലാഹ്ക്ക് എന്തിനാ 6 ദിവസം? അപ്പൊ അതിന്റെ തഅ്വീൽ നമുക്കറിയില്ല. അത് നമ്മുടെ 6 ദിവസമല്ല, അല്ലേ? എന്നിട്ട് പടച്ചു, സൃഷ്ടിച്ചതിന് ശേഷമോ സുമ്മസ്തവ അലൽ അർശ്. അല്ലാഹുവിന്റെ അർശിൽ ഉപവിഷ്ടനായി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇരുന്നു എന്നർത്ഥം, അല്ലേ? അള്ളാന്റെ ഇരുത്തം എങ്ങനെ നമുക്കറിയില്ല. അതിന്റെ തഅ്വീൽ നമുക്കറിയില്ല. ആ ഇരിക്കുന്നിടത്ത് നിന്ന്, ആ ഉപവിഷ്ടനായ സ്ഥലത്ത് നിന്ന് അല്ലാഹു എന്ത് ചെയ്തു? യൻസിലു റബ്ബുനാ, അല്ലാഹു ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇറങ്ങി വരും ഒന്നാം ആകാശത്തേക്ക്. അതിന്റെ തഅ്വീൽ നമുക്കറിയില്ല. എന്താ അള്ളാന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇറങ്ങി അല്ലാഹ് എന്തായാലും കയറണല്ലോ. എന്താണ് അള്ളാന്റെ കയറ്റം? നമുക്കറിയില്ല. സുറാത്ത് പാലം, അല്ലേ? പിന്നെ വ്യക്തമായിട്ട് പറയാതെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ? സൂറത്ത് മറിയം. വ്യക്തമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയ. ഇല്ലാ ബാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നരകം എല്ലാ മനുഷ്യരെയും അല്ലാഹു കാണിപ്പിച്ചു കൊടുക്കുകയാണ്. ആദം നബി മുതൽ ലോകാവസാന സമയത്ത് പിറന്നു വീണ കുട്ടിയടക്കം അത് അല്ലാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. ഏതൊരു നരകമാണ് കുറ്റവാളികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സ്വർഗ്ഗക്കാരെയും കൂടി കാണിച്ചു കൊടുക്കുന്നു. സകല ആളുകളെയും നരകം കാണിപ്പിച്ചതിന് ശേഷം അല്ലാഹു നരകത്തിന്റെ മുകളിലൂടെ കൊണ്ടുപോകുന്നു. ഭാഷാർത്ഥം അങ്ങനെ ഇല്ല, പക്ഷെ ആ യാത്രയാണ്. നരകം കാണിപ്പിച്ചിട്ട് മുത്തഖീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്നു. അവരല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. സിറാത്ത് പാലത്തിലൂടെയാണ് അവരുടെ യാത്ര എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടിമിന്നൽ വേഗത്തിലൂടെ പോകുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, അതിവേഗത്തിൽ പോകുന്നവരുണ്ട്, അവസാനം അതിലൂടെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നവരുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ പോകാൻ കഴിയാത്തവരെ ആ പാലത്തിന്റെ കുളത്തുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിലെ രോമത്തെക്കാൾ ലോലമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൈബിയായ വിശ്വാസമാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എവിടെ പോയാലും നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് ഖുർആൻ. അല്ലേ? ഏത് ലോകത്തിലെ സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ ഉപയോഗിച്ചാലും ഈ മലക്കുകളെ കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. ഇങ്ങനെ ഗൈബിയായ വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ആ ഗൈബിയായ വിശ്വാസത്തിന്റെ പിന്നാലെ, ആ മുതശാബിഹായ ആയത്തുകളുടെ പിന്നാലെ നമ്മൾ പോകരുത്. അതിന്റെ പിന്നാലെ പോകുന്നവൻ ആരാ?
ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗ, ഹൃദയത്തിന്റെ ഉള്ളിൽ വക്രതയുള്ളവൻ, നമ്മൾ പറയാറുണ്ട് വളഞ്ഞ ബുദ്ധി എന്നറിയാം അല്ലെ, വളഞ്ഞു ചിന്തിക്കാന്നല്ലേ, അവരാണ് അതിന്റെ പിന്നാലെ പോകുക അല്ലെ, അവരാണ് മുത്തശാബിഹിന്റെ പിന്നാലെ പോകുക. അള്ളാഹു ഇറങ്ങുന്നു പറഞ്ഞാൽ, അള്ളാഹു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇരുത്തം എങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നു. ചിന്തിക്കാനേ പാടില്ല, നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അവസാനം പൈശാചികമായ ചിന്തയിലേക്ക് പോകും. അത് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല, അതിൽ വിശ്വസിക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ വക്രതയുള്ളവനാണ് അതിന്റെ പിന്നാലെ പോവുക. എന്നാൽ നേരെ ചിന്തിക്കുന്നവൻ, ഒരു വിശ്വാസി, ഒരിക്കലും അതിന്റെ പിന്നാലെ പോകുകയില്ല. ശരിയായ രൂപത്തിൽ ദീൻ പഠിച്ചവൻ, അവന്റെ പ്രഖ്യാപനം എന്താണ് എന്നറിയുമോ? യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അള്ളാഹു ഞങ്ങളെ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു, ഞങ്ങൾ അതിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. അള്ളാഹു ആണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്, റസൂലുള്ളയാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്. ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നിട്ട് പ്രാർത്ഥനയാണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഹിദായത്ത് കിട്ടിയതിനു ശേഷം അല്ലാഹുവേ നീ ഞങ്ങളെ ദലാലത്തിലേക്ക് കൊണ്ടുപോകല്ല അല്ലാഹ്. ഹിദായത്ത് കിട്ടിയിട്ട് ദലാലത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് അല്ലെ. വഹി എഴുതി വെച്ചവൻ പോലും പഴച്ചു പോയിട്ടുണ്ട്, വഹി എഴുതി വെക്കുന്നവൻ പോലും പഴച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്ന വഹി അത് എഴുതി വെച്ചവൻ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്ത് പഴച്ചു പോയിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം എപ്പോഴും ദുർബലപ്പെടാം. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ തഅതിക്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ. ഈ ഗൈബിയായ വിശ്വാസങ്ങൾ, അതല്ലെങ്കിൽ ഈ മുത്തശാബിഹായ ആയത്തുകൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറക്കാനുള്ള മാർഗം എന്താ? ഉറക്കാനുള്ള മാർഗം ഒരേ ഒരു ചിന്ത മാത്രം, പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ചിന്ത മാത്രം നമുക്ക് മതി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ കലാമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അല്ലാഹുവിന്റെ കലാം. ഞാൻ ആ മുഖത്തിൽ പറഞ്ഞത് വെറുതെയല്ല. സൂറത്ത് ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്തും അതുപോലെ തന്നെ സൂറത്ത് നാസിന്റെ അവസാനത്തെ ആയത്തും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഖുർആനിന്റെ ഓരോ ആയത്തുകളും പഠിച്ചാൽ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ മക്കിയായ അധ്യായങ്ങളുണ്ട്, മദനിയായ അധ്യായങ്ങളുണ്ട്. മക്കിയ എന്ന് പറഞ്ഞാൽ ഖബലൽ ഹിജ്റ, മദനിയ എന്ന് പറഞ്ഞാൽ ബഅദൽ ഹിജ്റ. പ്രവാചകൻ ഹിജ്റ പോയതിനു ശേഷമുള്ള സൂറത്തുകൾ മദനിയായ അധ്യായമാണ്. അതിൽപ്പെട്ടതാണെന്ത്? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ അതിൽപ്പെട്ടതാണ്, മദനിയായ അധ്യായം അല്ലെ. അപ്പൊ മക്കിയായ ബഅദൽ ഹിജ്റക്ക് മുമ്പിറങ്ങിയ ഒരുപാട് അധ്യായങ്ങളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. അത് പരിശോധിച്ചാൽ ഖുർആനിൽ ഒരുപാട് 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 ഉപമകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഉപമകൾ ഖുർആനിൽ, ഒരുപാട് ഉപമകളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഉപമ പറഞ്ഞു അല്ലെ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ, അള്ളാഹുവിന് പുറമെ ആരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, നിങ്ങൾ സഹായം തേടുന്നുണ്ടോ, അവരിൽ ഒരാൾക്ക് പോലും ഒരു ഈച്ചയെ പോലും പടയ്ക്കാൻ കഴിയില്ല, ഒരു ഈച്ചയെപ്പോലും പടയ്ക്കാൻ കഴിയില്ല. ഒരു ഈച്ച എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കൊണ്ടുപോയാൽ ആ കൊണ്ടുപോയ ഭക്ഷണത്തെ പോലും തിരിച്ചെടുക്കാൻ അല്ലാഹുവിന് പുറമെ ആരോടെല്ലാം നിങ്ങൾ തേടുന്നുണ്ടോ ഒരാൾക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ ഈ രൂപത്തിലുള്ള ഒരുപാട് ഉപമകൾ പരിശുദ്ധ ഖുർആനിലുണ്ട് അല്ലെ. എന്നിട്ട് മദനിയായ അധ്യായമായ സൂറത്ത് ബഖറയിൽ ചില നിസാര വസ്തുക്കൾ എടുത്തിട്ടൊക്കെ അല്ലാഹു ഉപമിച്ചിട്ടുണ്ട്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ ഈ ഈച്ചയും മറ്റുള്ളതും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ മുഹമ്മദ് ഒരു ഉപമക്കെടുക്കണമെന്ന് പരിഹസിച്ച് ചോദിച്ചപ്പോ അല്ലാഹ് ഉണ്ടായത് ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. അല്ലാഹുവിനെ ഉപമിക്കാൻ, കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഉപമ പറയുമ്പോൾ
ആ ഉപമയ്ക്ക് വേണ്ടി എടുക്കാൻ നിസ്സാരമായ ഒരു കൊതുകിനെ പോലും ഉദാഹരണത്തിന് എടുക്കാൻ വേണ്ടി അള്ളാഹുവിന് ലജ്ജയില്ല. കൊതുവാണെങ്കിൽ കൊതുവിനെടുത്തിട്ട് അള്ളാഹു ഉപമിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അല്ലെ. എന്നിട്ട് തൊട്ടപ്പുറത്ത് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫമാ ഫൗഖഹ, ഫമാ ഫൗഖഹ അല്ലെ. എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഫമാ ഫൗഖഹ എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ കൊതുകിനേക്കാൾ ചെറുതിന് അള്ളാഹു എടുക്കും, ചിലപ്പോ കൊതിനേക്കാൾ വലുതിന് അള്ളാഹു എടുത്ത് ഉപമിക്കാൻ. ചിലപ്പോ കൊതിനേക്കാൾ ചെറുതിന് അള്ളാഹു എടുക്കും, ചിലപ്പോ കൊതുകിനേക്കാൾ വലിയ ജീവി അള്ളാഹു, അതിനൊന്നും അള്ളാഹ്ക്ക് ലജ്ജയില്ല, ചിലപ്പോ കൊതുവിനെടുക്കും അല്ലെ. വല്ലാഹി സത്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പണ്ഡിതനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ ആയത്ത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നിടക്ക് പിന്നെ ആ പണ്ഡിതൻ പിന്നെ എനിക്ക് എന്ത് ചെയ്തു, ആ മനുഷ്യൻ എനിക്കൊരു ഫോൺ എടുത്തിട്ട് പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉപകരണങ്ങൾ വർദ്ധിച്ചപ്പോൾ കണ്ടുപിടിച്ച ഒരു അത്ഭുതം കാണിച്ചു തന്നു. എന്താ അത്ഭുതം? നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോര കുടിച്ച് ജീവിക്കുന്ന കൊതുകിന്റെ മുകളിൽ എന്തുണ്ട്? മറ്റൊരു ജീവിയുണ്ട് അത്ര. ഫോട്ടടക്കം കാണിച്ചു തന്നു. ഫോട്ടടക്കം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ചോര കുടിച്ച് വളരുന്ന കൊതു, ആ കൊതുകിന്റെ പുറത്തിരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു ജീവൻ ചെയ്യുന്നുണ്ട്, ആ ചോര കുടിക്കുന്നുണ്ട്. ആയത്തൊന്ന് കേൾക്ക്. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. എന്തായി? സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പൊ ശാസ്ത്രം ഇങ്ങനെ ആധുനിക കാലഘട്ടം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇസ്ലാം വളരുകയാണ്, ഖുർആൻ വളരുകയാണ്, ഈമാൻ അതിൽ നമുക്ക് ദൃഢതയുണ്ടാകണം. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി തെളിവുകൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരവിജ്ഞാനമില്ലാത്ത മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെയാണ് പഠിപ്പിച്ചത്. ഉമ്മിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പഠിപ്പിച്ചു. നിരക്ഷകനാണ്. ഇഖ്റ യാ മുഹമ്മദേ നീ വായിക്കണമെന്ന് പറയുമ്പോ മാനവികാരി എനിക്ക് വായിക്കാൻ അറിയില്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി എനിക്ക് വായിക്കാൻ അറിയാത്ത എഴുതാൻ അറിയാത്ത ഹബീബ്, ആ ഹബീബിന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കി കൊടുത്തത്. നേരിട്ട് ഹൃദയത്തിലേക്ക്. അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ലഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സ, ആ ബൈത്തുൽ ഇസ്സയിലേക്കുള്ള ഒന്നിച്ചുള്ള അറക്കം, അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ അല്ലേ. അവിടെ നിന്ന് 23 വർഷങ്ങൾ കൊണ്ട് പതുക്കെ സന്ദർഭത്തിനനുസരിച്ച് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് അല്ലാഹു ഖുർആൻ ഇറക്കി കൊടുക്കുന്നു എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ഹബീബ് ഉമ്മിയാണ്, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, സ്കൂളിൽ പോയിട്ടില്ല, നമ്മളെ പോലെ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അക്ഷരവിജ്ഞാനമില്ല എന്ന്, ഉമ്മിയാണ് എന്ന് സൂറത്ത് ജുമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മറ്റു പല അധ്യായങ്ങളിലൂടെയും പഠിപ്പിച്ചു. ആ പ്രവാചകനാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. സൂറത്ത് ഹജ്ജിൽ പഠിച്ചല്ലോ. സൂറത്ത് മുഅ്മിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ. എംബ്രിയോളജി എന്നാണ് പറയുക, മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ശാസ്ത്ര പഠനം അല്ലെ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചല്ലോ. لقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين. ഭദ്രമായ സ്ഥാനത്ത്. ആ പ്രയോഗം തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തണം. അല്ലാഹു ഭദ്രമായ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു. ആ നുത്ഫയെ പിന്നീട് അലക്കയെ മുദഗയാക്കി. ആ രൂപാന്തരണം അല്ലേ. ഒന്നിനെപ്പോലും ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഒന്നിനെപ്പോലും നിഷേധിച്ചിട്ടില്ല. ഖുർആൻ ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഒരു മൈക്രോസ്കോപ്പ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഉമ്മിയായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നിനെപ്പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല. അത് അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഗാലക്സികൾ, ബഹിരാകാശം, അതിന്റെ വ്യാപനത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. തീർച്ചയായിട്ടും
ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു. ആകാശത്തെ നിർമ്മിച്ചതിന് ശേഷം ആ ആകാശം അല്പാൽപമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹിക്ക് വഹി നൽകുമ്പോ 1929 കാലഘട്ടങ്ങളിൽ 1929 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, പെട്ടെന്ന് മനസ്സിലാക്കേണ്ട വഴി 1924 കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത്. മനസ്സിലായോ? കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചൊക്കെ കഴിഞ്ഞിട്ട് 1929 കാലഘട്ടങ്ങളിലാണ് ഖുർആൻ പഠിപ്പിച്ച ഈ സത്യം ശാസ്ത്രം കണ്ടെത്തുന്നത്. ഗാലക്സികൾ പരസ്പരം അകലുന്നു, അത് വ്യാപിക്കുന്നു എന്ന് 1929 കാലഘട്ടങ്ങളിൽ ശാസ്ത്രം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെയാണ് ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഒരുമിച്ചായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ 1965 കാലഘട്ടങ്ങളിൽ ശാസ്ത്രം കണ്ടുപിടിച്ചു ബിഗ് ബാങ്. അല്ലെ, ശാസ്ത്രമാണ്. 1965 ജനിച്ച ആൾക്കാർ കൊണ്ടിരിക്കുന്നു. ഉപ്പമാരുടെ കൂട്ടത്തിലുണ്ടോ, ഉമ്മമാരുടെ കൂടെ. 1965 എന്താ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ? ആകാശവും ഭൂമിയും ഒന്നിച്ചായിരുന്നു, ആകാശവും ഭൂമിയും ഒരുമിച്ചായിരുന്നു. പിന്നീട് ആ ആകാശവും ഭൂമിയും വേർപെട്ടതാണ് എന്ന വിശ്വാസം, അതാണ് ശാസ്ത്രം ബിഗ് ബാങ് 1965 കാലഘട്ടങ്ങളിലാണ് പഠിപ്പിച്ചത്. എന്നാൽ അക്ഷരവിജ്ഞാനമില്ലാത്ത ഉമ്മിയായ പ്രവാചകന്റെ നാവിലൂടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചല്ലോ. അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള് കാനതാ റത്ഖാ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സുന്ദരമായിട്ടാണ് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സത്യം നമ്മളെ പഠിപ്പിച്ചത്. ആകാശവും ഭൂമിയും അത് രണ്ടും ഒറ്റയായിരുന്നു, ഒന്നായിരുന്നു, കൂടിച്ചേർന്നിട്ടായിരുന്നു രണ്ടുമുണ്ടായിരുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനെയും വേർതിരിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബിഗ് ബാങ് തിയറി എന്ത് ചെയ്തു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബിന്റെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുപോലെ തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, 2 സമുദ്രങ്ങളുണ്ട്, 2 രൂപത്തിലുള്ള സമുദ്രങ്ങളുണ്ട്. ഒന്ന് ഫ്രഷ്, അതുപോലെ തന്നെ 2 സാൾട്ട് വാട്ടർ. അല്ലെ, ഈ ഫ്രഷും സാൾട്ട് വാട്ടറും 20-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയത്. 20-ാം നൂറ്റാണ്ടിലാണ് ഫ്രഷ് വെള്ളത്തെയും സമുദ്ര വെള്ളത്തിലെ ഫ്രഷ് വാട്ടറിനെയും അതുപോലെ തന്നെ സാൾട്ട് വാട്ടറിനെയും വേർതിരിക്കുന്ന ഒരു മറയുണ്ട് എന്ന് 20-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. വഹുവല്ലദീ മറജൽ ബഹറൈനി ഹാദാ അദബുൻ ഫുറാത്ത് വഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ബർസഖാ. ആ 2 വാട്ടറിനിടയിലും 2 വെള്ളത്തിന്റെയും ഇടയിൽ, ശുദ്ധവെള്ളത്തിന്റെയും ഉപ്പുവെള്ളത്തിന്റെയും ഇടയിൽ തീർച്ചയായിട്ടും ഒരു മറയുണ്ട്. മറജൽ ബഹറൈനി യൽതഖിയാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ മലകൾ തീർച്ചയായിട്ടും ഖുർആൻ പഠിപ്പിച്ചു. സൂറത്തുൻ നബയിലൂടെ മറ്റ് അധ്യായങ്ങളിലൂടെ പഠിപ്പിച്ചു. വൽ ജിബാല ഔതാദാ, ഭൂമി മനുഷ്യനെയും കൊണ്ട് ആടാതിരിക്കാനാണ് പർവ്വതങ്ങൾ അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ളത്. അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു വേണ്ടിയതാ മലകൾ. അല്ലെ, ഈ മലകളെയാണ് അടിച്ച് തൂഫാനാക്കും. ഈ മലകളെയാണ് ലോകാവസാന സമയത്ത് സൂറന്ന കാഹളത്തിൽ ഊതിയാൽ ആദ്യം നടപടി ഈ പർവ്വതങ്ങളെയും എന്ത് ചെയ്യും? അടിച്ച് നിരപ്പാക്കും, ധൂളികളാക്കും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها. മനുഷ്യന് നിൽക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, ഓടാൻ കഴിയുന്നില്ല, ചാടാൻ കഴിയുന്നില്ല. മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ സമാധാനത്തോടു കൂടി ജീവിച്ച ഭൂമിയാണല്ലോ, ഈ ഭൂമിക്ക് എന്ത് പറ്റി എന്ന് മനുഷ്യൻ ചോദിക്കുന്ന ദിവസമാണ്. ഈ പർവ്വതങ്ങളൊക്കെ അടിച്ച് നിരപ്പാക്കി ഈ ഭൂമിയെ പിന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഈ പിന്നെ വലിയ വേരുകൾ മലകളാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. ഈ ഭൂമി മനുഷ്യനെ കൊണ്ട് കറങ്ങാതിരിക്കാൻ ഭൂമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്താണ്? പിന്നെ ഈ അടുത്ത കാലങ്ങളിൽ ഇവിടെയുള്ള മലകളും കുന്നുകളുമാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വിരലിൽ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വിരലുകളെ കുറിച്ച്? ഓഫീസിലേക്ക് പോകുന്ന പിന്നെ ഓഫീസർമാരുണ്ടാകും, അധ്യാപകന്മാരുണ്ടാകും. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിലേക്ക് പോയാ, ഓഫീസിലേക്ക് പോയ ആദ്യത്തെ പണി എന്താ? ആദ്യം ചെയ്യ പണി എന്താ? ആദ്യം കൊണ്ടുപോയിട്ട് വിരലങ്ങോട്ട് വെക്കും. അടുത്ത കാലത്ത് ഇതൊക്കെ വന്നിട്ടുള്ളൂ, അടുത്ത കാലത്തല്ലേ വന്നിട്ടുള്ളൂ ഈ ഫിംഗർ പ്രിന്റ് ഒക്കെ. എന്നാൽ ഫിംഗർ പ്രിന്റിനെ കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന.
ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഇതിനേക്കാൾ വലിയ ഒപ്പ് വേറൊന്നുമില്ല, ഇതിനേക്കാൾ വലിയ സീല് വേറൊന്നുമില്ല. കാരണം ലോകത്ത് കടന്നു വന്ന സകല മനുഷ്യരുടെയും വിരലുകൾ വ്യത്യസ്തമാണ്. വെള്ളിപ്പാണ്ട വിരല്, മരിച്ചുപോയ വെള്ളിപ്പാണ്ട വിരല് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. വെള്ളിപ്പാണ്ട വിരല് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലെ? നമ്മൾ ഇന്ന് പിന്നെ എഴുതിക്കൊണ്ടിരിക്കുക, വെള്ളിപ്പാന്റെ ഉപ്പൂപ്പാന്റെ അഡ്രസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഏത് ഉപ്പൂപ്പ വന്നാലും ആ ഉപ്പൂപ്പാന്റെ വിരൽ നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ സംവിധാനമാണ്. ഇതെവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്? മരണാനന്തരം ജീവിതമുണ്ട് എന്ന് സംശയിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ വിരൽ തുമ്പുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണോ? നിങ്ങളുടെ വിരൽ തുമ്പുകളെ പോലും സൂക്ഷ്മമായി പടക്കാൻ കഴിയുന്ന അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് നിങ്ങളെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് കണ്ടുപിടിച്ചത് സമുദ്രത്തിന്റെ ആഴങ്ങളിലെ ഇരുട്ടിനെ കുറിച്ച്. 200 മീറ്റർ അടിയിലേക്ക് പോയാൽ പ്രകാശം കുറഞ്ഞു വരികയാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചു, അല്ലെ? ശാസ്ത്രം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കണ്ടുപിടിച്ച കാര്യമാണ്. 200 മീറ്റർ അടിയിലേക്ക് പോയാൽ പ്രകാശം ഇങ്ങനെ എന്ത് ചെയ്യും? കുറയും. 1000 മീറ്റർ താഴേക്ക് പോയാൽ പൂർണ്ണ ഇരുട്ടാണ് എന്ന് കണ്ടുപിടിച്ചു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു, ദുലുമാതുൻ ബഅദുഹാ ഫൗക ബഅദ്. ഇരുട്ടിന്റെ ഇരുട്ട്, കുരിരുട്ട്. നമ്മുടെ മുന്നിൽ ഒരു വസ്തു വന്ന് നിന്നാൽ, ഏതെങ്കിലും ഒരു കാര്യം, ഒരു വസ്തു വന്ന് നിന്നാൽ ആ വസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും കുരിരുട്ടാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തിൽ പോയിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞല്ല, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സമുദ്രത്തിന്റെ അടിയിൽ പോയിട്ട് തപ്പിപ്പിടിച്ച് അവിടെ ഇരുട്ടാണെന്ന് പറഞ്ഞാണോ? അല്ല, അല്ലാഹുവിന്റെ വഹിയാണ്. ആ വഹിയുടെ അടിസ്ഥാനത്തിൽ അന്ന് സംസാരിച്ചു. ഇന്ന് ശാസ്ത്രം പറയുന്നു 1000 മീറ്റർ താഴെ പോയാൽ കുരിട്ടാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഇരുമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് ഇരുമ്പ്. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് ഹദീദ്. ആ ഹദീദിനെ കുറിച്ച്, ആ ഇരുമ്പിനെ കുറിച്ച് ശാസ്ത്രം കൃത്യമായിട്ട് പഠിപ്പിച്ചല്ലോ. ഇരുമ്പ് എന്നുള്ളത് അത് തീർച്ചയായിട്ടും ആകാശത്താണ് അത് ഉണ്ടാക്കപ്പെടുന്നത്. ആകാശത്ത് നിന്ന് വരുന്ന ഒരു സാധനമാണ് ഇരുമ്പ്. അത് ഭൂമിയിലുള്ളതല്ല. ശാസ്ത്രം കണ്ടുപിടിച്ചു, ഭൂമിയിലല്ല. നിങ്ങൾ പഠിക്ക്, സാമൂഹിക കാര്യങ്ങൾ, സയൻസ് കാര്യങ്ങൾ, ശാസ്ത്രമൊക്കെ നിങ്ങൾ പഠിക്കും. മക്കളുണ്ടാവില്ല, മക്കളോട് ചോദിക്ക്, അവർക്ക് പഠിക്കാനുണ്ടാകും. ഇരുമ്പ് എവിടെ ഉണ്ടാകുന്നത്? ഭൂമിയിലല്ല ഇരുമ്പ് ഉണ്ടാകുന്നത്. ശാസ്ത്രം കണ്ടുപിടിച്ചു, അത് ആകാശത്തുണ്ടാകുന്നതാണ് ഇരുമ്പ്, അല്ലെ? ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചത് വഅൻസൽനൽ ഹദീദ. സൂറത്ത് ഹദീദിലൂടെ അല്ലാഹു പറയുന്നു, വഅൻസൽനൽ ഹദീദ, ഇരുമ്പിനെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നു. ആകാശത്ത് നിന്ന് വഅൻസൽനൽ ഹദീദ, ഇരുമ്പിനെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഒരു ശാസ്ത്രം അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. ഇതിലൂടെയെല്ലാം നമ്മുടെ വിശ്വാസം, ഈമാൻ, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥിരപ്പെടണം. അല്ലാഹുവിലുള്ള വിശ്വാസം അത് ഉറയ്ക്കണം. പരലോകത്തിലുള്ള വിശ്വാസം, ഞാൻ മരിച്ചാൽ രണ്ടാമത് എനിക്ക് ഒരു ജീവിതമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചത്. ഭാവിയിൽ വരാനിരിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എത്രയോ സംഭവങ്ങൾ ലോകത്ത് ഖുർആൻ വിളിച്ചു പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം പലതും സംഭവിച്ചിട്ടില്ലേ, പലതും സംഭവിക്കാനിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് മരണാനന്തര ജീവിതം. റോമക്കാരെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചല്ലോ. തീർച്ചയായിട്ടും റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധമുണ്ടായപ്പോ തീർച്ചയായിട്ടും റോം ഇപ്പോൾ തോറ്റിരിക്കുന്നു. തീർച്ചയായിട്ടും റോം പേർഷ്യയെ പിടിച്ചടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അല്ലെ? റോമും പേർഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് റോം തോറ്റപ്പോൾ അള്ളാന്റെ കലാമ് സംസാരിച്ചു, റോം തോറ്റു. തീർച്ചയായിട്ടും ദിവസങ്ങൾ, കാലങ്ങൾ കഴിയുമ്പോ റോം പേർഷ്യയെ പരാജയപ്പെടുത്തി അതിജയിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. 7 വർഷം തികഞ്ഞില്ല, പേർഷ്യയെ അടിച്ച് നിരപ്പാക്കി റോം വിജയിച്ച കാഴ്ച ലോകത്ത് കണ്ടില്ലേ നമ്മള്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും സ്വന്തം നാട്ടുകാരെ അട്ടിപ്പുറത്താക്കി. ഇതൊക്കെ നമ്മൾ ഖുർആനിലുള്ള ഹഖീഖത്തിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറക്കാൻ ഇതൊക്കെ പറയുന്നത്. പ്രവാചകനെയും സഹാബത്തിനെയും നാട്ടിൽ നിന്ന് പുറത്താക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി.
ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കൃത്യമായി ലോകത്തോട് സംസാരിച്ചല്ലോ, ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീൻ. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം. ആ പ്രയോഗം അറബി ഭാഷ അറിയുന്നവർക്ക് അറിയാം. അവിടെ മൗലവി ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അറബി ഭാഷ അറിയുന്ന ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലെ. ലതദ്ഖുലുന്ന അല്ലാഹു ഉറപ്പിച്ച് പറയാ, നൂന് ഉറപ്പിക്കാനുള്ള നൂനാ അല്ലെ. തീർച്ചയായിട്ടും സ്വന്തം നാടും വീടും വിട്ടുപോയ റസൂലുള്ളയും സഹാബത്തും ഉണ്ടല്ലോ, വിശ്വാസികളുണ്ടല്ലോ, നിർഭയത്വത്തോടു കൂടി തീർച്ചയായിട്ടും മസ്ജിദുൽ ഹറാമിലേക്ക് അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. 2 വർഷം തികഞ്ഞില്ല, തിരിച്ചു വന്നു. 2 വർഷം കഴിഞ്ഞില്ല, തിരിച്ചു വന്നു. സൂറത്ത് മസദ് പഠിക്കേണ്ട അധ്യായ. അബൂലഹബ് ജീവിച്ചിരിക്കും അല്ലാഹ് പറയാ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ്. അല്ലാഹ് പറയാ അബൂലഹബ് നരകത്തിലേക്കുള്ളതാ, സയസ്ലാ നാറൻ ദാത ലഹബ്. എപ്പോഴാ പറയുന്നത്? അബൂലഹബ് ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് ചിന്തിക്കുമ്മമാരെ, ഒന്ന് ആലോചിക്കുപ്പമാരെ. ആ സമയത്തെങ്ങാനും ഈ അധ്യായം ഇറങ്ങുമ്പോ അബൂലഹബ് നരകത്തിലേക്കുള്ള വാർത്ത അറിയിക്കുമ്പോ അബൂലഹബ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറഞ്ഞുവെങ്കിൽ, വെറുതെ തമാശക്ക് പറഞ്ഞു, ഖുർആൻ പറഞ്ഞു പൊള്ളയില്ലേ? ഖുർആൻ പറഞ്ഞത് വെറുതെ തമാശക്ക് അബൂലഹബ് പറഞ്ഞു. അല്ലാഹുവിനെ അറിയാം അബൂലഹബ് പറയില്ലാന്ന്. അബൂലഹബിനെ പടച്ചവൻ അറിയാം, അബൂലഹബിന്റെ ഹൃദയം നിയന്ത്രിക്കുന്നവൻ അറിയാം. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഖുർആൻ അത്ഭുത ഗ്രന്ഥമാണ്. അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോ ഇത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന മനസ്സോടുകൂടി, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ, ഞാൻ മരിച്ചാൽ എന്റെ ദുനിയാവിലെ ജീവിതം അത് തീർച്ചയായിട്ടും കളിയല്ല, തമാശയല്ല, വെറുതെ ജീവിച്ച് മരിച്ചു പോകാൻ വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പടച്ചിട്ടുള്ളത്. എനിക്കൊരു പരലോകം വരാനുണ്ട്, എനിക്കൊരു സ്വർഗം നരകം വരാനുണ്ട് എന്ന ബോധത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 14-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെയും സൽക്രമങ്ങളെയും പ്രവർത്തിച്ചവരെയും സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും. എങ്ങനെയുള്ള സ്വർഗമാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, തോട്ടത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പ്രവേശിപ്പിക്കും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്ത് കൂടെ പുഴകൾ ഒഴുകുന്നുണ്ട്, അരുവികൾ ഒഴുകുന്നുണ്ട്. വസുമ്മിയത്തുൽ ജന്ന, തോട്ടമെന്നാണ് സ്വർഗത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് തോട്ടമെന്ന് പറയാനുള്ള കാരണം? ടൂർ പോകാറുണ്ട് നമ്മള്, ഊട്ടിയിലേക്ക്, മൈസൂരിലേക്ക്, കൊടകനാലിലേക്ക്, പല സ്ഥലങ്ങളിലേക്കും കുടുംബത്തോടെയും അല്ലാതെയും നമ്മൾ ടൂർ പോകാറുണ്ട്. സുന്ദരമായ പ്രദേശങ്ങൾ, തണുപ്പുള്ള ഏരിയകൾ, ഒരുപാട് മരങ്ങളുള്ള പച്ചപ്പുള്ള ഏരിയകൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. കൊട്ടാരങ്ങൾ, വീടുകൾ, സുഖസൗകര്യങ്ങൾ, ഓരോ ദിവസത്തിനും 10,000 20,000 സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് പൈസകൾ വർദ്ധിക്കുന്നു. ഇന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് വരൂ. അല്ലാഹുവിന്റെ ആയത്തിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, സ്വർഗത്തിന് തോട്ടമെന്നാണ് വിളിക്കുന്നത്. ധാരാളം വീടുകളുണ്ട്, ധാരാളം കൊട്ടാരങ്ങളുണ്ട്. ആ വീടിന്റെയും കൊട്ടാരങ്ങളുടെയും ചുറ്റുഭാഗങ്ങളിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്, ധാരാളം സസ്യജാതികളുണ്ട്. ഈ വൃക്ഷങ്ങൾ, ഈ സസ്യങ്ങളെല്ലാം വർദ്ധിച്ച് ധാരാളം തിങ്ങി മൂടി നിന്നിട്ട് ഈ കൊട്ടാരങ്ങളെയും വീടുകളെയും എല്ലാം മൂടിക്കളയുന്ന രൂപത്തിൽ, അതിന്റെ ഉള്ളിലുള്ള മനുഷ്യന്മാരെല്ലാം കാണാത്ത രൂപത്തിലാണ് ആ തോട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ ഒരാളുണ്ടായാൽ
ആ മനുഷ്യനെ കാണാത്ത രൂപത്തിൽ അല്ലാഹു സ്വർഗ്ഗത്തെ സംവിധാനിച്ചിരിക്കുകയാണ്. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല താൻ ആഗ്രഹിക്കുന്നതെന്തോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ രൂപത്തിൽ പച്ചപ്പുള്ള കൊട്ടാരങ്ങളും വീടുകളും ഒക്കെ ഉള്ള പുഴകളൊഴുകുന്ന അരുവികളൊഴുകുന്ന ഒരു തോട്ടമാണ് വിശ്വാസികൾക്ക് വേണ്ടി നാളെയുടെ ലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൃഢവിശ്വാസികളായി മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ, മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്നിലെല്ലാം വിശ്വസിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാത്തിലും വിശ്വസിച്ച് അല്ലാഹുവിനെ പൂർണ്ണമായും നമ്മൾ അനുസരിച്ചുകൊണ്ട് ദീനിന്റെ പക്കത്തുകൂടെ പോകുന്നവരല്ല നമ്മൾ മുഅ്മിനാണ് എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനില്ലാത്ത അവസ്ഥയല്ല. പൂർണ്ണമായും ഈ ദീനിലേക്ക് പ്രവേശിച്ച് ഈമാൻ ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വിശദീകരിച്ചാൽ ഒരുപാടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ചുരുങ്ങിയത് വീട്ടിലേക്ക് പോയിട്ട് ഇന്നോ നാളെയോ ആയിട്ട് എന്ത് ചെയ്യണം? അമാനി മൗലിയുടെ തഫ്സീർ ഒരായത്ത് നമ്മൾ എടുത്താൽ അമാനി മൗലിയുടെ തഫ്സീർ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് മലയാളത്തിലാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. അല്ല, ഒരുപാട് തഫ്സീറുകൾ, ഇബ്നു കസീർ അതുപോലെയുള്ള ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിന്റെ ഒക്കെ ഒരു ആകത്തുകയാണ് നമ്മുടെ മുൻകാല നേതാവ് പണ്ഡിതൻ മരണപ്പെട്ടു പോയ ഇമാം അമാനി. അതേ പിന്നെ നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഈ മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ ഖുർആനിന്റെ തഫ്സീർ നമുക്ക് കൃത്യമായി ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബർക്കത്തും സമാധാനവും സ്വർഗവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ എടുക്കുന്ന ആയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, നമ്മൾ വായിക്കണം. അമാനിമയുടെ തഫ്സീർ നമ്മൾ വായിച്ചിരിക്കണം. ഇന്നോ നാളെ ആയിട്ട് ഈ രൂപത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സത്യം ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനുള്ള വിശ്വാസത്തെ ഉറപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാവിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള കാലങ്ങളിൽ റഹ്മാനായ റബ്ബേ, നിന്നനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ